കുറച്ച് നാളായിട്ട് എനിക്ക് പണ്ടുണ്ടായിരുന്ന ആ ആധ്യാത്മിക ജ്വലനം കുറച്ച് കുറഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ കുറേ ദിവസം ഈശോയോട് ചോദിച്ചു തുടങ്ങിയിട്ട് എൻ്റെ മേഖല ഒന്ന് കാണിച്ചതാ ഈശോയെന്ന്. പക്ഷേ ഈശോയൊന്നും പറയണ്ടായിരുന്നില്ല. ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രെയറിൻ്റെ ഷീറ്റ് ഒരെണ്ണം നമുക്കെല്ലാവർക്കും കസേരയിലിരിപ്പുണ്ടായിരുന്നല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ആധ്യാത്മിക ജ്വലനത്തിലുണ്ടായ കുറവിൻ്റെ കാരണം ഈ പേഴ്സണൽ പ്രെയറിൻ്റെ മുടക്കായിരുന്നു എന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അതേ സമയത്ത് പേഴ്സണൽ പ്രെയറിൽ ഞാൻ എന്തുമാത്രം ഈശോയുമായിട്ട് അങ്ങോട്ട് ലയിച്ച് ചേർന്ന് ഒരുപാട് ബോധ്യങ്ങളും തെറ്റുതിരുത്തലുകളും സന്ദേശങ്ങളും പിന്നെ ഓരോ വ്യാഖ്യാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നതാണ്. അതിനിടയ്ക്ക് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പോയപ്പോൾ അത് മുടങ്ങിപ്പോയി. അപ്പം നമ്മളുടെ ഓരോ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പേഴ്സണൽ പ്രെയറൊക്കെ മുടങ്ങുമ്പോൾ അവിടെ സാത്താൻ കയറി പറ്റി. പക്ഷെ എനിക്കൊരു ബോധ്യം തന്നെയില്ല. ഞാൻ എപ്പോഴും ഈശോയുടെ കൂടെയാണല്ലോ, എപ്പോഴും ഞാനിങ്ങനെ സ്തുതിച്ച് നന്ദി പറഞ്ഞൊക്കെ ഇരിക്കുകയാണല്ലോ, അതിൻ്റെ ഒരു കുറവൊന്നും ആയിരിക്കില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നലെ ആ ഷീറ്റ് കണ്ടപ്പോൾ മനസ്സിലായി വ്യക്തിപരമായ എൻ്റെ പ്രാർത്ഥനയിൽ വന്ന മുടക്കമായിരുന്നു എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ആ ജ്വലനത്തിൻ്റെ കുറവ് എന്നുള്ളത് ബോധ്യമാവുകയും ഞാനത് തീരുമാനം എടുക്കുകയും ചെയ്തു. ഞാൻ ഈശോയിന് മുടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈശോയുടെ സ്വരം കേൾക്കാനായിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് സാധിക്കാതിരിക്കുകയായിരുന്നു. ഇനിയും അത് ഈശോ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഇതാണ്. പിന്നെ ബ്രദർ പറഞ്ഞല്ലോ പ്രായമായവരൊക്കെയാണ് ഇവിടെ അധികം കാണേണ്ടതെന്ന്. അപ്പോൾ എനിക്കും തോന്നിയായിരുന്നു ഈ പ്രായമായിട്ടുള്ളവർ വന്നിട്ട് എന്ത് ചെയ്യാനാ, നമുക്കിപ്പോൾ എവിടെ പോയി എന്ത് ചെയ്യാൻ സാധിക്കും. എന്നാലും കേൾക്കാനുള്ള കൊതി കൊണ്ട് ഓടി ഞങ്ങളൊക്കെ വരികയാണ്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഈ പ്രായമായവരെങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് നമുക്കവിടെ സന്ദേശങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ. പ്രായമായവർക്കൊരു ചിന്തയുണ്ട്, ഇനി എനിക്ക് അങ്ങോട്ട് മരിച്ചാൽ മതി, ചത്താൽ മതി, എന്നെ ആരും അംഗീകരിക്കണില്ല, സ്വീകരിക്കണില്ല. പക്ഷെ അതൊക്കെ തെറ്റാട്ടോ. എനിക്കിപ്പോൾ 82 വയസ്സായി. എനിക്ക് എൻ്റെ വാർദ്ധക്യത്തിൻ്റെ ഈ കാലഘട്ടമാണ് ഏറ്റവും ആധ്യാത്മികമായിട്ട് ഈശോയിലേക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞു കൊച്ചുങ്ങളിൽ നിന്ന് പോലും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തെറ്റുകൾ തിരുത്താനും ഏത് സാഹചര്യത്തിൽ ചെന്ന് ജീവിച്ചാലും അവിടെയുള്ള ആ അവസ്ഥകളിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് നമ്മൾ പോകേണ്ടവരാണ് എന്നൊക്കെയുള്ള ബോധ്യം പ്രായമായപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പ്രായത്തിൻ്റെ ഈ അവസ്ഥ ഏറ്റവും വിലപ്പെട്ട സമയമാണെന്ന് എല്ലാ വാർദ്ധക്യത്തിലുള്ള സഹോദരിമാരെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഞാൻ. കാരണം നമുക്ക് കൂടുതൽ ഈ ലോകത്തിൽ കേൾക്കണ ഓരോ സംഭവങ്ങൾ നമ്മളൊന്നും നമ്മുടെ ചെറുപ്പകാലത്തിൽ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, കേട്ടിട്ട് പോലില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എത്രമാത്രം കാര്യങ്ങളാണ് ഇനിയും പ്രാർത്ഥിച്ച് നമുക്ക് മറ്റുള്ളവരൊക്കെ ഈശോയിലേക്ക് കൊണ്ടുവരാനുള്ളത് എന്നുള്ളൊരു വലിയ ബോധ്യം ഈ കൂട്ടായ്മയിൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു, കൂട്ടായ്മയിലുള്ള സാന്നിധ്യത്തിൽ. അപ്പോൾ പ്രായമായവരും ഇനി ഒരിക്കലും നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പഴിച്ചും ഒന്നും ഇരിക്കരുത് എന്നും കൂടിയുള്ളൊരു അപേക്ഷ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരിലും സ്നേഹവും എല്ലാ മേഖലകളും ദൈവത്തിൻ്റെ മഹത്വം കാണാനുള്ളതായിട്ടും എല്ലാവരിലും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടും എല്ലാം ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ കാലത്തിൽ വാർദ്ധക്യത്തിലേക്ക് എല്ലാവരും കടന്നു വരികയാണല്ലോ. ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാനില്ല. ഇനി നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിച്ചെടുത്ത് ഈശോയുടെ അടുത്ത് ഏൽപ്പിക്കണം. ഈശോയുടെ ഈ കരച്ചിലും കണ്ണുനീരും ഇനിയും നമുക്ക് കാണാൻ ഇടവരാത്ത വിധത്തിൽ നമ്മൾ അത്രമാത്രം ശക്തമായിട്ട് നമ്മൾ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞോളും.